സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മിമിക്രി ആർട്ടിസ്റ്റുകൾ ഇറങ്ങി വോട്ട് ചോദിക്കുന്നത് നമ്മളൊക്കെ കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ സ്ഥാനാർത്ഥി തന്നെ തിലകനായി, മമ്മൂക്കയായി, ജനാർദ്ദനായി, കലാഭവൻ മണിയായി ഓരോ വീട്ടിന്റെ വാതിൽക്കലും പോയി വോട്ട് ചോദിക്കുന്നത് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. അതൊന്ന് കാണാം. ചലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. സരോനിച്ചിക്ക് എന്നെ മനസ്സിലായോ? ഞാൻ നിങ്ങളുടെ സ്വന്തം രതീപ് പാലേരി. ഓക്കെ, ഞാൻ ഈ 17ാം വാർഡിൽ മത്സരിക്കാൻ പോവുക. എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഏതാ? കോണി ചിഹ്നമാണ്. കറക്റ്റ്. സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വോട്ടർമാരുടെ മനസ്സിൽ കയറിയേ പറ്റൂ. അതിനുവേണ്ടി പഠിച്ച പണി 18 എടുക്കും സ്ഥാനാർത്ഥികൾ. അല്ലാ, അമ്മായി ഞമ്മളാണ് നിങ്ങളുടെ സ്വന്തം രതീപ് പാലേരി. നമ്മൾ ഈ വാർഡിൽ മത്സരിക്കുന്നുണ്ട്. ശബ്ദം കേട്ട് പെട്ടെന്നും നമ്പരക്കുമെങ്കിലും സംഗതി അറിയുമ്പോൾ വോട്ടർമാരും ഹാപ്പി. എന്നെ മനസ്സിലായോ? ഞാനാണ് ഈ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി. എന്റെ പേര് രതീപ് പാലേരി. രതീപ് പാലേരി. അപ്പോ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കോണിയാണ്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കോണിക്ക് ചെയ്ത് എന്നെ വിജയിപ്പിക്കുക. സ്ഥാനാർത്ഥി ഇങ്ങനെയാണെങ്കിൽ എത്ര വട്ടം വേണമെങ്കിലും വോട്ട് ചോദിച്ചു വന്നോട്ടെ എന്ന് പറയുന്നിടത്തെത്തി കുട്ടികൾ. ഇറങ്ങി വാ. എന്നെ മനസ്സിലായോ മിസ്റ്റർ സോമൻ? മനസ്സിലായി. എന്തിനാണ് ഞാൻ വന്നതെന്നുള്ള കാര്യം മനസ്സിലായോ? വിജയിപ്പിക്കും ഞങ്ങള്. ഉറപ്പാണോ? വീട്ടിൽ കയറി വോട്ട് ചോദിക്കുമ്പോൾ മാത്രമല്ല, വഴി സൈഡിൽ ഇരിക്കുന്നവരോടും മിമിക്രി ഇറക്കിയാണ് വോട്ടുറപ്പിക്കൽ. മനസ്സിലായല്ലോ. നമ്മുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏതാണെന്ന് അറിയോ എനിക്ക്? ഏതാണ്? കോണി അടയാളം. അപ്പോ എന്ത് പണി ചെയ്യണം? എനക്ക് വേണ്ടി കോണി അടയാളത്തിൽ വോട്ട് ചെയ്യിക്ക എല്ലാവരും കൊണ്ടും. മനസ്സിലായോ? പകയ 17ാം വാർഡ് എന്നാൽ UDFന് ബാലികേറാമലയാണ്. അവിടെ വിജയിച്ചാൽ പിന്നെ രാഷ്ട്രീയ ജീവിതത്തിൽ വെച്ചടി കയറ്റമായിരിക്കും രദീപിന്. മോനെ ഹരി, നീ ഇങ്ങനെ മഞ്ഞുകൊട്ട് കിടന്നാൽ വല്ല ഡെങ്കിപ്പടി പിടിച്ചോളോ? അതേ ലോനപ്പെട്ട തലൽ അവിടെയും ലുടൽ അതിന്റെ അപ്പുറത്തും. എന്റെ കാര്യം മനസ്സിലായില്ലേ? ഞാൻ ഈ വാർഡിൽ മത്സരിക്കാൻ പോവാ. എന്റെ കോണിച്ചിഹ്നം ഒരിക്കലും മറക്കരുത്. മനസ്സിലായല്ലോ? അത് പിന്നെ എന്റെ ഒരു പ്രൊഫഷനാണ് മിമിക്രി. ഞാൻ അറിയപ്പെടുന്നത് മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടാണ്. ഒരു പൊളിറ്റീഷ്യനായിട്ടല്ല, ഒരു വാർഡ് മെമ്പറായിട്ടും അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്റെ കഴിവുകളിലൂടെ ആളുകളെ ക്ഷണിക്കുകയും അവരുടെ വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വ്യത്യസ്തമായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. മുംബൈ കുച്ചാണ്ടി പ്രാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. അപ്പൊ നിങ്ങൾ വീട്ടിൽ പോയി അച്ഛനോടും അമ്മയോടും ചേട്ടനോടൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വിജയിപ്പിക്കാൻ വേണ്ടി പറയുക. അച്ഛൻ വന്നില്ലേ, അമ്മേ അത്തയം വെന്തില്ലേ, അത്തയം കുച്ചാണ്ട് പാണം കത്തണുമാ. സഞ്ജു പറ്റമ്മലിനൊപ്പം റാഹീസ് റഷീദ്, മീഡിയ 1, കോഴിക്കോട്.